എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എങ്ങനെ ഒരു സാമ്പത്തിക വിടുതലിന് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം എന്നുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. നമ്മൾക്കൊക്കെ അറിയാമല്ലേ, നമ്മളൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ സാമ്പത്തികമായൊരു വിടുതൽ ഞങ്ങൾക്ക് തരണമേ എന്ന് നമ്മളൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ്. കാരണം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സാമ്പത്തികമായിട്ട് എല്ലാവരും ഒത്തിരി വിഷയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുക അല്ലേ. എന്ന് വെച്ചാൽ കടഭാരത്തിലായിരിക്കുന്നവരുണ്ട്, ലോൺ എടുത്തിട്ട് കഷ്ടപ്പെട്ട് പോയവരുണ്ട്, അല്ലെങ്കിൽ അന്നന്ന് ചെലവിന് പോലും തികയാതെ പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ ആവശ്യങ്ങളുടെ മുഖത്ത് എന്താ പറയുക, പല പല ആവശ്യങ്ങളുടെ മുഖത്ത് നമ്മൾ നിസ്സഹായരായി നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മളുടെയൊക്കെ അവസാനത്തെ ആശ്രയം എവിടെയാണ്? ദൈവത്തോടല്ലേ. കാരണം ഈ സമ്പത്തിൻ്റെ കാര്യം വന്നു കഴിയുമ്പോൾ നമ്മളുടെ കൂട്ടുകാരും ഉണ്ടാകത്തില്ല, നാട്ടുകാരും ഉണ്ടാകത്തില്ല, വീട്ടുകാരും ഉണ്ടാകത്തില്ല, ആരും ഉണ്ടാകത്തില്ല അല്ലേ. അവിടെ നമ്മളെ സഹായിക്കാൻ ദൈവം മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഓക്കെ, കാരണം ഈ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കുരുക്കാണല്ലേ. കാരണം ഇത് നമ്മൾക്ക് സുഹൃത്തുക്കളെ നഷ്ടപ്പെടുത്തുകയും ചെയ്യും, ഇത് സുഹൃത്തുക്കളെ കൊണ്ട് തരികയും ചെയ്യും അല്ലേ. നമ്മളുടെ കയ്യിൽ ഒത്തിരി പൈസ ഉണ്ടെങ്കിൽ നമ്മളുടെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടാകും, നമ്മൾക്ക് സുഹൃത്തുക്കളുണ്ടാകും, നമ്മളുടെ കുടുംബക്കാരുണ്ടാകും, നമ്മളുടെ നാട്ടുകാരുണ്ടാകും. എന്തിനേറെ പറയുന്നു, സമ്പത്ത് കരത്തിലുണ്ടെങ്കിൽ അപ്പനും അമ്മയ്ക്കും പോലും ഒരു വില ഉണ്ടാകത്തുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾക്കറിയാം, ഈ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മൾക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. കാരണം ഈ ലോക ജീവിതത്തിൽ നമ്മൾക്ക് ജീവിക്കുവാൻ സമ്പത്ത് ആവശ്യമാണ്. കാരണം നമ്മൾക്ക് ആരും ഒരു സംഭവം പോലും വെറുതെ തരത്തില്ല അല്ലേ. നമ്മളൊരു 5 പൈസ പോലും നമ്മൾക്ക് ആരും വെറുതെ തരത്തില്ല. നമ്മളൊരു കടയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ, ഇനി ഏതെങ്കിലും ഒരു കൊച്ചു കുട്ടിയെ കൊണ്ടൊരു അമ്മ കടയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ, ആ കൊച്ചു കുട്ടി എനിക്ക് മുട്ടായി വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് അലറി കരഞ്ഞാലും ആ കടക്കാരനൊരു മുട്ടായി എല്ലാവരും ഒക്കെ വല്ല മനസാക്ഷിയുള്ളവരൊക്കെ കൊടുത്താലായി. എന്നാൽ ഒരുമാതിരിപ്പെട്ട ആരും കൊടുക്കത്തില്ല. കാരണം എന്താ, അവർക്കെല്ലാം അതിന് വിലയുണ്ട് അല്ലേ. അവരത് പൈസ കൊടുത്ത് മേടിച്ചത് അവരതിന് ലാഭം ഉണ്ടാക്കാനാണ് കട വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അല്ലേ, നമ്മളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു 5 പൈസ ആർക്കും ചുമ്മാ കൊടുക്കണമെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കും അല്ലേ, എന്നിട്ടേ നമ്മൾ കൊടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾക്ക് എന്താണ്, സമ്പത്ത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾക്ക് ദൈവത്തോട് അത് പ്രാർത്ഥിക്കുന്നതിന് തെറ്റില്ല. കാരണം ദൈവത്തിൻ്റെ വചനം സമ്പത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഓവർ സമ്പത്ത് ഉണ്ടാക്കുന്നവരെ കുറിച്ചൊക്കെ ദൈവം പറഞ്ഞിട്ടുള്ളതും നമ്മൾക്കറിയാം അല്ലേ. ഓക്കെ, ഞാൻ അതിനകത്തോട്ട് കിടക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് സാമ്പത്തികമായ ഒരു ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുള്ള റൈറ്റ്സ് ഉണ്ട്, നമ്മൾക്കത് പ്രാർത്ഥിക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുൻപേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ദൈവം ഒരിക്കലും ചുമ്മാ നമ്മൾക്ക് കുറേ സമ്പത്ത് അങ്ങിട്ട് തരത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. കാരണം ദൈവം 1 രൂപ നമ്മൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ 1 രൂപയുടെ കണക്ക് ദൈവം കറക്റ്റായിട്ട് നോക്കും. എന്ന് വെച്ചാൽ ദൈവം അക്കൗണ്ടബിലിറ്റി കറക്റ്റായിട്ട് സൂക്ഷിക്കുന്ന ആളാണെന്ന് ചുരുക്കം. എന്ന് വെച്ചാൽ ദൈവം തന്ന പൈസയ്ക്ക് ദൈവം കറക്റ്റായിട്ട് കണക്ക് ചോദിക്കും. എന്തിനേറെ പറയുന്നു, നമ്മളുടെയൊക്കെ കുടുംബത്തിലോട്ട് വന്ന് നോക്കിക്കും, നമ്മളുടെ അപ്പൻ അല്ലെങ്കിൽ അമ്മ നമ്മളുടെ കയ്യിലോട്ട് കുറച്ച് പൈസ തന്നിട്ട് നമ്മളെ കടയിലോട്ട് പറഞ്ഞു വിടുക, എന്തെങ്കിലും ഒരു സാധനം മേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് നമ്മളെ വിടുക. നമ്മളങ്ങോട്ട് ചെന്നിട്ട് കാളം പൂളം സാധനം മേടിച്ചോണ്ട് വന്നാൽ വിവരം അറിയും അല്ലേ. കണക്ക് ചോദിക്കും, അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും കണക്ക് ചോദിക്കും. എന്താ മേടിച്ച്, എത്ര രൂപ സാധനം മേടിച്ചു, ബാക്കി പൈസ എന്തിയെ എന്നുള്ള കണക്കുകൾ നമ്മളോട് ചോദിക്കും. ഇനി പേരൻസ് ആണെങ്കിലും അങ്ങനെ തന്നെ അല്ലേ. പിള്ളേരുടെ കയ്യിലോട്ട് പൈസ കൊടുത്തു കഴിയുമ്പോൾ ചുമ്മാ കാളം പൂളമൊന്നും കൊടുക്കത്തില്ല, അവരോട് ചോദിക്കും, എന്ത് ചെയ്തു, എന്ത് മേടിച്ചു, അതിന് എത്രയായി, എത്ര ബാക്കിയുണ്ട്, ഈ പൈസ എവിടെ പോയി എന്ന് കണക്ക് ചോദിക്കും. കാരണം അതെന്താണ്, അത് നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം അപ്പനും അമ്മേനെ സംബന്ധിച്ചിടത്തോളം അവർ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അതിന് 1 രൂപ പോലും ചുമ്മാ തട്ടിക്കളയുവാനായിട്ട് അവർ സമ്മതിക്കത്തില്ല. ഇനി എന്താണ്, ഇനി അധ്വാനിക്കാതെ ചുമ്മാ പൈസ ഉണ്ടാക്കിയവരൊക്കെ മക്കൾക്ക് ചിലപ്പം കാളംപൂളം കൊടുക്കുമായിരിക്കും, കണക്കൊന്നും ചോദിക്കുന്നുണ്ടാകില്ല. അങ്ങനെയുള്ളവർ കുറേ കഴിയുമ്പോൾ വിവരം അറിയാറുമുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്കതിന് കണക്കുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ദൈവം എന്താണ്, നമ്മളുടെ ദോഷം ആഗ്രഹിക്കുന്ന ദൈവമല്ല. ദൈവം നമ്മളെ അച്ചടക്കത്തോടെ വളർത്തുവാൻ പഠിപ്പിക്കുന്ന നമ്മളുടെ പിതാവാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ദൈവം നമ്മൾക്ക് തരുന്ന ഓരോ പൈസയ്ക്കും എന്താണ്, ദൈവം അതിന് കണക്ക് ചോദിക്കും. ഇപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ ദൈവം തരിക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ദൂതൻ കൊണ്ട് തരികയാണെന്ന്. അല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കണ്ടേ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ദൈവം നമ്മൾക്ക് ആരോഗ്യം തരും, ദൈവം നമ്മൾക്ക് ആയുസ് തരും, ദൈവം നമ്മൾക്ക് സമ്പത്തുണ്ടാക്കാനുള്ള സ്രോതസ്സുകളെ തുറന്നു തരും. അപ്പോൾ ഇതെല്ലാം ആര് തരുന്നതാണ്?
ദൈവം തരുന്നതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓരോ പൈസയ്ക്കും, നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ പൈസയ്ക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ കണക്ക് കൊടുക്കണം. ഇനി അതുപോലെ തന്നെ നമ്മളുടെ കരത്തിൽ വരുന്ന ഓരോ പൈസയുടെയും കണക്ക് ആരുടെ കരത്തിലുണ്ട്? ദൈവത്തിൻ്റെ കരത്തിലുണ്ട്. എന്ന് വെച്ചാൽ സാമ്പത്തിക വിടുതലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുന്നതിന് മുൻപേ നമ്മളുടെ ജീവിതത്തിൽ കുറച്ച് എന്താ പറയുക അച്ചടക്കം നമ്മൾ പാലിക്കണം. എന്താണെന്നറിയാവോ? ഒന്ന്, നമ്മളുടെ ദൈവം അക്കൗണ്ടബിലിറ്റി കറക്റ്റായിട്ട് സൂക്ഷിക്കുന്ന ദൈവമാണെന്ന് നമ്മൾ തിരിച്ചറിയുക. ദൈവം ഓരോ പൈസയ്ക്കും കണക്ക് നമ്മളോട് ചോദിച്ചിരിക്കും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അടുത്തത് ദൈവഹിതമല്ലാത്ത ഒരു രൂപ പോലും നമ്മളുടെ കരത്തിലോ നമ്മളുടെ ഭവനത്തിനകത്തോ വരരുത്. എന്ന് വെച്ചാൽ പലിശ ഇന്ന് കുറേ പേര് പലിശയ്ക്ക് പൈസ കൊടുത്തിട്ട് അതിൻ്റെ പലിശ കൊണ്ട് സമ്പന്നരാകാൻ നിൽക്കുന്നവരുണ്ട്. ഞാൻ പറയട്ടെ, ഒരിക്കലും അത് നിങ്ങൾ ചെയ്യരുത്. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം എപ്പോൾ തകർന്നു എന്ന് ചോദിച്ചാൽ മതി. ആദ്യം നമ്മൾക്ക് തോന്നുമോ കുറേ ഉണ്ടായി, നമ്മൾ അല്ലെ പലരെയും നോക്കി പറയുമോ വട്ടി പലിശക്കാരൊക്കെ നല്ല ലെവലിൽ ജീവിക്കുമെന്നും. ഒന്നുമല്ല. ഒത്തിരി പേരുടെ അവസാനം ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി പേരെ എനിക്കറിയാം. കാരണം കേരളത്തിന് വെളിയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവിടെയൊക്കെ ആൾക്കാരുടെ മെയിൻ പണി എന്ന് പറയുന്നത് ഈ വട്ടിപ്പലിശയാണ് പരിപാടി. ഇവരെന്താ ചെയ്യുന്നതെന്നറിയാമോ? ഇവർ കൊടുക്കും. അവസാനം ഇവർ ഉണ്ടാക്കി സമ്പാദിച്ചിരിക്കുന്നത് അനുഭവിക്കാൻ ഇവർക്ക് യോഗമുണ്ടാകത്തില്ല. ഒന്നെങ്കിൽ ഇവരുടെ പൊണ്ടാട്ടി അല്ലെങ്കിൽ മക്കളത് ദൂർത്തടിച്ച് കളയും. പൊണ്ടാട്ടി ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരുത്തൻ്റെ കൂട്ടത്തിൽ ഓടിപ്പോകും. ഈ പൈസ കൊണ്ട് അവരടിച്ചു പൊളിച്ച് ജീവിക്കും. ഇനി അതല്ല എങ്കിലും മക്കളത് ദൂർത്തടിച്ചിട്ട് പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് മക്കളുടെ കേസ് നടത്താനും ഒക്കെ ആയിട്ട് പൈസ ചെലവഴിച്ച് ഈ അപ്പനും അമ്മയും അവസാനം ദരിദ്രരായി രോഗികളായി തീർന്ന ഒരുപാട് കഥകൾ എനിക്കറിയാം. അതുകൊണ്ട് ഈ വട്ടിപ്പലിശക്കാരും ഗതി പിടിച്ച ചരിത്രമില്ല. എന്തിനേറെ പറയുന്നത്? എനിക്കറിയാവുന്നൊരു ചേട്ടനുണ്ട്. പുള്ളിക്ക് മക്കളൊന്നുമില്ല. അദ്ദേഹം മരണപ്പെട്ടു പോയി. എന്നിട്ട് അദ്ദേഹം കുറേ വട്ടിപ്പലിശ കൊണ്ട് കുറച്ച് പൈസ ഉണ്ടാക്കി. അനുഭവിക്കാൻ ആളില്ല. വല്ല കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മറ്റൊരാൾക്ക് അവകാശപ്പെട്ട മറ്റൊരാളുടെ നമ്മൾ ഓർക്കുക. ഒരാൾ നമ്മളുടെ അടുത്ത് നിന്ന് എന്താ പറയുക ഈ പലിശയ്ക്ക് പൈസ മേടിക്കുന്നത് എന്തിനാ? അവരുടെ ഗതികോട് കൊണ്ട് മേടിക്കുന്നതാണ്. അവർ മേടിച്ചതിൻ്റെ പിന്നെ കൂടുതൽ നമ്മൾ മേടിക്കും അല്ലേ. 100 രൂപയ്ക്കാണെങ്കിൽ 5 രൂപയോ 10 രൂപയോ ഒക്കെ മേടിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ 100 രൂപയുടെ കണക്കേ നമ്മളുടെ കയ്യിലുള്ളൂ. ഈ 5ഉം 10ഉം എന്താണ്? മേടിച്ചവൻ്റെ കണ്ണുനീരാണ്. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾക്ക് 100 ന്യായം പറയാനുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടല്ലേ? ഒന്നുമല്ല. അതെന്താണ്? അത് ന്യായമല്ലാത്ത പലിശയാണ്. അത് നമ്മൾക്ക് ഉപകാരപ്പെടത്തില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരും, അപ്പോൾ ബാങ്കിൽ കൊണ്ട് പൈസ ഇടുന്നതിന് പലിശ തരുന്നതെന്ന്. അത് ആരുടെയും കണ്ണുനീരല്ല. അത് നിയമപരമായി നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിനകത്ത് വിഷയമില്ല. പക്ഷേ നമ്മളല്ലാതെ നിയമപരമായിട്ട് അല്ലാത്ത രീതിയിൽ നമ്മൾ പലിശ കൊടുത്ത് ഉണ്ടാക്കുന്ന സമ്പത്ത് നമ്മൾക്ക് ഉപകാരപ്പെടത്തില്ല. ഇല്ല. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ. ഒത്തിരി ഫിനാൻസുകാരൊക്കെ ഉണ്ടല്ലേ, വലിയ ഫിനാൻസിങ് കമ്പനികളൊക്കെ നടത്തുന്നവരുണ്ട്. അവരുടെയൊക്കെ അവസാനം എന്തായെന്ന് നോക്കിക്കേ. നല്ല തലമുറകളൊക്കെ പകുതി വഴിക്ക് വെച്ച് തീർന്നു പോയി എത്രയോ വലിയ ഫിനാൻസ് കമ്പനിക്കാരുടെ ചരിത്രം നമ്മൾക്കറിയാം. ഇല്ലെന്നേ, അത് ഗതി പിടിക്കത്തില്ല. അതുകൊണ്ട് അങ്ങനത്തെ പൈസ ഉണ്ടാക്കുന്ന പരിപാടി ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളത് നിർത്തിക്കും. നിങ്ങൾ വിചാരിക്കും ഇത് നിർത്തിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വേറെ വരുമാനമില്ലെന്ന്. ഇല്ല, നിങ്ങൾ നേരായ പാതയിലൂടെ നിങ്ങൾ സഞ്ചരിച്ച് നോക്കുക. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ ഭയപ്പെട്ട് സഞ്ചരിച്ച് നോക്കുക. കാരണം എനിക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു അങ്കിളുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഈ അങ്കിളിൻ്റെ സാക്ഷ്യം എന്നോട് പറഞ്ഞതാണ്. ഈ അങ്കിൾ ഇതുപോലെ ഒരു ഫിനാൻസ് സ്ഥാപനം നടത്തുകയായിരുന്നു. ഓക്കെ, അവിടെ ഈ ഫിനാൻസ് സ്ഥാപനം നടത്തിയപ്പം ഈ പുള്ളി ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വ്യക്തിയോട് ഇടപെട്ടു. അത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. വലിയ കാര്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. പുള്ളി ഒരു കള്ളത്തരം അതിനകത്ത് കാണിക്കുന്നില്ല. അതിനകത്ത് പക്ക കണക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു അത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് സംസാരിച്ചത്, ഇന്ന് അദ്ദേഹത്തിൻ്റെ മക്കൾ വിദേശത്താണ്. അദ്ദേഹം ഇന്ന് നല്ല ടോപ്പ് ലെവലിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ അങ്കിൾ എന്നോട് പറഞ്ഞു, ഞാനത് നിർത്തി കഴിഞ്ഞിട്ട് എനിക്ക് 1 രൂപയ്ക്ക് പോലും എനിക്ക് മുട്ടുണ്ടായിട്ടില്ല. എൻ്റെ തലമുറകൾ താന്നു പോയിട്ടില്ല. ഞാൻ താന്നു പോയിട്ടില്ല. എന്നെ ദൈവം ഉയർത്തിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ചുമ്മാ പറയുന്നതല്ല കേട്ടോ. ഒരുപാട് പേരുടെ അനുഭവങ്ങൾ എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പലിശ പരിപാടിക്ക് നിൽക്കരുത്. അത് നമ്മൾക്ക് ഗുണമുണ്ടാകത്തില്ല. ഇനി രണ്ടാമത് എന്താണ്? പലിശയ്ക്ക് കൊടുത്ത് എത്രയോ പേർക്ക് തിരിച്ചു കിട്ടാതിരിക്കുന്നുണ്ട്. നമ്മൾ പലിശയ്ക്ക് പൈസ കൊടുക്കും, അത് വേറൊരുത്ത മേടിച്ചോണ്ട് പോയിട്ട് പിന്നെ എന്താണ്? അവനത് തിരിച്ചു തരത്തില്ല. നിങ്ങളുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ പോയോ? അതുകൊണ്ട് നിങ്ങൾ കോടതിയിലോട്ടും പോലീസ് സ്റ്റേഷനിലോട്ടും ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീതി ഒന്നും കിട്ടത്തൊന്നുമില്ല. കാരണം അത് നിയമപരമായ കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ദൈവത്തോട് സമ്പത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ ദൈവം അക്കൗണ്ടബിലിറ്റി നോക്കുമെന്നും ഓർക്കുക. രണ്ടാമത്, ദൈവഹിതമല്ലാത്ത 1 രൂപ എൻ്റെ കുടുംബത്തിനകത്തോട്ട് വരത്തില്ല എന്ന് നമ്മൾ തീരുമാനമെടുക്കണം. അങ്ങനെ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ?
നമ്മൾക്ക് ഗുണമുണ്ടാകത്തുള്ളൂ. ഞാൻ ഈ കാര്യത്തിലൊക്കെ ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഞാൻ ഈ കാര്യത്തിൽ നല്ലതുപോലെ ആ ഒരു കാര്യത്തിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, ബസ്സിന് പോകുമ്പോൾ ഒരു 5 പൈസയോ 2 രൂപ പോലും എൻ്റെ കയ്യിലോട്ട് അധികം അവർക്ക് കണക്ക് തെറ്റിയെങ്ങാനും തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. അത് ഞാൻ എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ അത് തിരിച്ചു കൊടുക്കും. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. കാരണം എനിക്ക് ഭയമാണ്, ദൈവഹിതമല്ലാത്ത 1 രൂപ പോലും നമ്മളുടെ ഇതിനകത്ത് വരരുത്, നമ്മളുടെ ഭവനത്തിനകത്ത് വരരുത്. ഓക്കെ, ഈ 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് മാത്രമേ നമ്മൾ ദൈവസന്നിധിയിലെ സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് നിങ്ങൾ ഉഡായിപ്പിലുണ്ടാക്കും, അത് ഉഡായിപ്പിൽ പോകും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അക്കൗണ്ടബിലിറ്റി എന്ന് ഞാൻ പറയുവാൻ കാരണം എന്താണ്, അത് നിങ്ങൾക്കൊന്നും കൂടെ ഞാൻ മനസ്സിലാക്കി തരാം. നമ്മളുടെ കയ്യിലുള്ള സമ്പത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ദൈവം നോക്കും. ആർഭാടങ്ങൾക്ക് വേണ്ടി ദൈവം പൈസ തരത്തില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾക്ക് വീട് തരും, വാഹനം തരും, കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം തരും, നമ്മൾക്ക് ജോലി തരും, എല്ലാം തരും. പക്ഷേ ചുമ്മാ ആർഭാടം അവർ കാണിക്കുന്ന കണ്ടോടും ഇവർ കാണിക്കുന്ന കണ്ടോടും ആർഭാടം കളിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് വലിയ സമ്പത്തുണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്, അതിനൊന്നും ദൈവം നമ്മൾക്ക് പൈസ തരത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. നമ്മളുടെ കയ്യിൽ കിട്ടുന്ന പൈസ നമ്മൾ ബുദ്ധിപൂർവ്വം ചെലവഴിക്കുന്നുണ്ടോ എന്ന് ദൈവം നോക്കും. ഒരു 10 രൂപ തന്നിട്ട് നമ്മളെന്താണ്, ഞാൻ എക്സാമ്പിൾ പറയുന്നത് കേട്ടോ, 10 രൂപ തന്നിട്ട് അത് നമ്മൾ നല്ല രീതിയിൽ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ദൈവം 20 രൂപ തരത്തുള്ളൂ. അത് താലന്തുകളുടെ കഥ കിടപ്പുണ്ട് അല്ലേ. 1 താലന്ത് കൊടുത്തവനും 2 താലന്ത് കൊടുത്തവനും 5 താലന്ത് കൊടുത്തവൻ്റെയും കഥ നമ്മൾക്കറിയാം, വിശുദ്ധ ബൈബിളിനകത്തതുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ കയ്യിൽ കിട്ടുന്ന സമ്പത്ത്, നമ്മൾ അധ്വാനിക്കുന്ന സമ്പത്ത് നമ്മൾ നല്ല ബുദ്ധിപൂർവ്വം ചെലവഴിക്കുവാൻ നമ്മൾ പഠിക്കുക. ഇല്ല എങ്കിൽ എന്താണ്, നമ്മൾ അഹങ്കാരം കാണിക്കാനും പൊങ്ങച്ചം കാണിക്കാനും ഒക്കെ നമ്മൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് തീർന്നു പോകത്തേ ഉള്ളൂ. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സമ്പത്തൊക്കെ തീർന്നു പോകുന്ന ഒരു സമയമൊക്കെ ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക. അത്ര എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 1, അക്കൗണ്ടബിലിറ്റി ദൈവം നോക്കുന്നതാണ്. 2 എന്താണ്, 2 നമ്മൾ ദൈവഹിതമല്ലാത്ത 1 രൂപ പോലും നമ്മളുടെ ഭവനത്തിനകത്ത് വരരുത്. ഇനി 3ാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് പലരും പല പഠിപ്പീരുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ പോകുന്ന ആലയത്തിൽ, നമ്മൾ പോകുന്ന ദേവാലയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ദൈവത്തിൻ്റെ ചർച്ചിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു സ്തോത്ര കാഴ്ചയും ഒരു ടൈത്തും ഒക്കെ ഇടുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് ഇല്ല എന്ന് പറയുന്നത് ചെയ്യരുതെന്ന് ആരും പറയത്തില്ല. എത്ര ഇടണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്, നമ്മൾ ഇടുക. പക്ഷേ ദൈവത്തിൻ്റെ വചനമുണ്ട്, നമ്മൾ എങ്ങനെ കൊടുക്കുന്നോ അതിനനുസരിച്ചായിരിക്കും ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ ഒന്നുമില്ലാത്തവൻ കൊണ്ടുവന്ന് കൊടുക്കണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ഉള്ളതുപോലെ നമ്മൾ ദൈവത്തിന് കൊടുക്കാതെ എത്ര കൊടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അത് നമ്മൾ ദൈവവുമായിട്ടുള്ള കണക്കാണ് അല്ലേ. ദൈവത്തിനെ അറിയത്തുള്ളൂ നമ്മുടെ കയ്യിൽ എത്രയുണ്ടെന്ന്. അതിനനുസരിച്ച്, കാരണം വിധവയുടെ 2 തൊട്ടിൽ പ്രസാദിച്ച ദൈവമാണ് കേട്ടോ. അതുകൊണ്ട് എന്താണ്, നമ്മളുടെ കയ്യിലുള്ളതുപോലെ ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. കാരണം നമ്മുടെ ആരാധനാലയം എന്ന് പറയുന്നത് ദൈവം നമ്മൾക്ക് വേണ്ടി, നമ്മുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കി തന്നതാണ്. നമ്മൾ അതിനകത്ത് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കണം. കാരണം എന്താണെന്ന് അറിയാമോ, നമ്മളൊരു തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ, ഒരു സിനിമാ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ എന്താണ്, ചുമ്മാ അവർ നമ്മളെ പിടിച്ചിരുത്തി സിനിമ കാണിക്കുമോ? ഇല്ല. എന്താണ്, അവിടെ നമ്മൾ പൈസ കൊടുക്കണം. എന്തിനാണ് പൈസ കൊടുക്കണം? അവരുടെ ചിലവുണ്ട് അവിടെ അല്ലേ. കറണ്ട് ബില്ല്, അവർ ആ സിനിമ അത് ഓടിക്കുന്നതിൻ്റെ പൈസ, അതെല്ലാം അവർക്ക് ആവശ്യമുണ്ട്. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആലയത്തിൽ എന്തുണ്ടാകണം, ഭക്ഷണം ഉണ്ടാകണം. ഭക്ഷണം എന്ന് ഞാൻ പറയുന്നത് കറണ്ട് ബില്ല് അടയ്ക്കണം അല്ലേ, അതിൻ്റെ ആവശ്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ആ ആവശ്യങ്ങൾക്ക് നമ്മൾ ചില ചർച്ചകളിൽ ഫുഡുണ്ട്, അതൊക്കെ എവിടുന്നാണ് നമ്മൾ കൊടുക്കണം അല്ലേ. അല്ലാതെ വേറെ എവിടുന്നോ അതിനകത്ത് പൈസ വരത്തില്ല. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഉള്ളതുപോലെ നമ്മൾ നല്ല ആലയത്തിൽ നമ്മൾ കൊടുക്കുക. ഓക്കെ, നല്ല ആലയങ്ങൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ആലയങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കാവുള്ളൂ. അങ്ങനെയുള്ള ആലയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ദൈവം നമ്മൾക്ക് തരുന്ന സമ്പത്തിൽ നിന്ന് നമ്മളെ കൊണ്ടുള്ളതുപോലെ നല്ലത് നമ്മൾ ദൈവത്തിന് കൊടുക്കുവാൻ തയ്യാറാകുക. അത് ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ബാക്കിയൊക്കെ പിന്നെയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ പാവപ്പെട്ട ദേവദാസന്മാർക്ക് കൊടുക്കുക, പാവപ്പെട്ട അച്ഛന്മാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കുക, അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യണം. ഈ 3 കാര്യങ്ങൾ ക്രമപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ബാക്കി കാര്യങ്ങൾ ഉള്ളതുപോലെ ചെയ്യുവാനായിട്ട് നമ്മൾ തയ്യാറാകുക. അവിടെയൊക്കെ ദൈവത്തിൻ്റെ വചനം ഉള്ളതാണ് കേട്ടോ. പാവങ്ങളെ സഹായിക്കണം എന്നുള്ളതൊക്കെ ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ചെയ്യുവാനും തയ്യാറാകണം. ഓക്കെ, ഇനി അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞു തന്നു. അത് നിങ്ങൾ ജീവിതത്തിലൊന്ന് പ്രാവർത്തികമാക്കുക. ഇനി അടുത്തതുണ്ട്, വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താണെന്നറിയുമോ, നമ്മൾ അഹങ്കരിക്കരുത്. ദൈവം നമ്മൾക്ക് സമ്പത്ത് തന്നു കഴിയുമ്പോൾ നമ്മൾ അഹങ്കരിക്കരുത്. കാരണം അഹങ്കാരികളെ ചിതറിച്ച് കളയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കാരണം ദൈവത്തിന് ഒട്ടും താല്പര്യമില്ല അഹങ്കാരം. ലൂസിഫർ എന്ന് പറയുന്നവനെ വെട്ടി താഴെ ഇട്ടത് എന്തിനാ? അവൻ ദൈവത്തിൻ്റെ കെരൂബായിരുന്നു. അവനെ വെട്ടി താഴെ ഇട്ടത് എന്തിനാ? അവനിൽ അഹങ്കാരം വന്നു. ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ മുകളിൽ അവൻ്റെ സിംഹാസനം വയ്ക്കണമെന്ന് വന്നു. ആരാധന അവൻ
ആഗ്രഹിച്ചു. ഇനി ഇവിടെയും എന്താണ്, മനുഷ്യൻ്റെ അഹങ്കാരത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരിൽ നിന്നല്ലേ പ്രശംസ ആഗ്രഹിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സമ്പത്ത് കുറേ ഉണ്ടാക്കി വെക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മളെന്താണ്, ദൈവം നമ്മൾക്ക് എത്ര സമ്പത്ത് തന്നാലും നമ്മുടെ മനസ്സ് ദൈവസ്ഥാനത്തിൽ താഴ്മയോടെ ആയിരിക്കണം. മറ്റുള്ളവരുടെ മുൻപിൽ താഴ്മയോടെ ആയിരിക്കണം. സമ്പത്തിൽ നമ്മൾ അഹങ്കരിക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്നും വിചാരിക്കേണ്ട, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ അല്ലെങ്കിൽ നമ്മളുടെ തലമുറകളെ ദൈവം താഴ്ത്തിക്കളയുമെന്നതിനകത്ത് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, അഹങ്കരിക്കരുത്. പാവങ്ങളെ കാണുമ്പോൾ നമ്മൾക്ക് പുച്ഛം തോന്നരുത്. അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ, ഞാൻ ഓർക്കുന്നുണ്ട് ഒത്തിരി പേരുടെ കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. വലിയ വീടുകളിലൊക്കെ പണിക്ക് ആളെ വിളിക്കും. എന്തിനാ, എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ പണിക്ക്, പറമ്പിൽ പണിയെടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് വിളിക്കും. എന്നിട്ട് അവർ ഒരു കുടിക്കാൻ വെള്ളം ചോദിച്ചു കഴിയുമ്പോൾ, വേണ്ടേ ആ പൈപ്പിൽ നിന്ന് അങ്ങ് എടുത്തു കുടിച്ചോ എന്ന് പറയും. അമ്മാമ്മേ, അപ്പാപ്പ, അങ്ങനെ പറയരുത്. നിന്റെ മുൻപിൽ നിന്റെ വീട്ടിൽ ജോലി എടുക്കാൻ അവർ വരുന്നത്. അവർ ജോലി എടുക്കാൻ വരുന്നത് കൊണ്ട് ആ പണി നിന്റെ വീട്ടിൽ നടക്കുന്നത്. നീ അവരോട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് അവരുടെ ഉടയവനുണ്ട്. നിങ്ങളുടെ ഉടയവനുമുണ്ട്, അവരുടെ ഉടയവനുമുണ്ട്. ആ ദൈവം നോക്കും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യരുത്. ഇന്ന് നീ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാളെ നിന്നെ ചിലപ്പോൾ നിന്റെ വീട്ടിൽ കയറി വരുന്ന പെണ്ണോ അല്ലെങ്കിൽ മരുമകനോ ഒക്കെ ആയിരിക്കും ഇതുപോലെ ആട്ടുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. എന്ന് വെച്ചാൽ പണത്തിൻ്റെ അഹങ്കാരം പാവപ്പെട്ടവരോട് നമ്മൾ കാണിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, മനസാക്ഷിയുള്ളവരായിരിക്കണം. മനസാക്ഷി ഇല്ല എങ്കിൽ ഇതിനൊക്കെ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവസന്നിധിയിൽ നമ്മൾ ചുമ്മാ കുറേ വലിയ വാഹനത്തിൽ കയറി വലിയ പട്ടുസാരി എടുത്ത് അല്ലെങ്കിൽ വലിയ ജുബായും ഒക്കെ ഇട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞ് ദൈവത്തിൻ്റെ ആലയത്തിൽ കുറേ അങ്ങ് വാരി കൊടുത്തു കഴിയുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന് വിചാരിക്കരുത്. ദൈവം ഇതൊക്കെ നോക്കും. നിൻ്റെ മനസ്സ് എങ്ങനെയാണെന്ന് ദൈവം നോക്കും. ആ ഒരു മനസ്സ് നമ്മൾക്കുണ്ടാകണം. എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പണത്തിന് വേണ്ടി അല്ലെ, നമ്മുടെ സമ്പത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നാളെ നമ്മൾക്ക് സമ്പത്ത് ദൈവം തന്നു കഴിയുമ്പോൾ നമ്മുടെ മനോഭാവം ദൈവം നോക്കും. എങ്ങനെയുള്ളതായിരിക്കണം, ദൈവസന്നിധിയിൽ മനുഷ്യരുടെ മുൻപിൽ താഴ്മയുള്ള മനോഭാവം നമ്മൾക്കില്ല എങ്കിൽ ഈ തന്ന ദൈവത്തിന് അത് തിരിച്ചെടുക്കാനും അറിയാൻ കേട്ടോ. നമ്മളൊന്നും വിചാരിക്കരുത്. നമ്മൾ വിചാരിക്കും, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ ബിസിനസ് നല്ല നിലയിലാണ് പോകുന്നത്. ഈ നല്ല നിലയിൽ പോകുന്ന ബിസിനസ് പൊട്ടാൻ ഒരൊറ്റ നേരം മതിയെന്നേ, അത് പൊട്ടും. ഇനി വലിയ ജോലിയുണ്ട്, ആ ജോലി നഷ്ടപ്പെടാനും മതി, സെക്കൻഡുകൾ മതി. ഇനി ഒന്നുമില്ല, നമ്മൾ ബാങ്കിനകത്ത് ഇങ്ങനെ കുന്നുകൂടിയിട്ടേക്കുക. ഏതെങ്കിലും ഒരു രോഗം വന്നാൽ നല്ലൊരു ഹോസ്പിറ്റലിലോട്ട് പോയാൽ മതി, അവർ ഇത് മുഴുവൻ പിടിച്ചങ്ങോട്ട് മേടിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മനസ്സാക്ഷി ദൈവസ്ഥാനത്തിൽ നേരുള്ളതായിരിക്കണം, താഴ്മയുള്ളതായിരിക്കണം. അത് മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും താഴ്മയുള്ളതായിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ക്രമീകരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു തരാം ഏത് വചനങ്ങൾ വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന്. ഇതൊക്കെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ വചനങ്ങളുടെയൊക്കെ പിന്നിൽ ഒത്തിരി ഉണ്ട് കേട്ടോ. അതിൻ്റെ പുറകോട്ടൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. അപ്പോൾ ദൈവം എല്ലാത്തിനും ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആലയത്തിൽ കൊടുക്കുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതും അതൊക്കെ ഇതിൻ്റെ പിന്നിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം അതൊക്കെ ഇതിൻ്റെ ബാക്കിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വായിക്കണം. ഇപ്പം ഞാൻ കമ്പി വാചകത്തിൽ ഈ വചനം മാത്രം നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, നിങ്ങൾ ആ വചനം മാത്രം എടുക്കരുത്. ഞാൻ ഓരോ വചനവും പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ആ അധ്യായം തന്നെ വായിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. എന്നാലേ നമ്മൾക്ക് അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറയാം, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർ ഈ വചനമൊക്കെ വെച്ച് പ്രാർത്ഥിക്കുക. എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പ്രോവേർബ്സ് എന്ന് വെച്ചാൽ സദൃശ്യവാക്യം അല്ലെങ്കിൽ സുഭാഷിതം. ഓക്കെ, അപ്പോൾ ഇതിനകത്തെ 10:22 ആദ്യത്തെ വാക്യം, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. ഇനി അത് POC ബൈബിൾ, കത്തോലിക്ക ബൈബിളിനകത്തോട്ട് അത് സുഭാഷിതമാണ്. മലയാളത്തിൽ, ഇംഗ്ലീഷിൽ പ്രോവേർബ്സ് എന്ന് തന്നെയാണ്, മലയാളത്തിൽ അത് സുഭാഷിതം, മറ്റത് എന്താണ്, സദൃശ്യവാക്യം, അങ്ങനെയാണ്. ഓക്കെ, സുഭാഷിതം 10:22 കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു. 2:3 തന്നെയാണ്. കർത്താവിൻ്റെ അനുഗ്രഹമാണ് നമ്മൾക്ക് സമ്പത്ത് നൽകുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. ഇനി അടുത്തത് അതുപോലെ തന്നെ പ്രോവേർബ്സ് അല്ലെങ്കിൽ സദൃശ്യവാക്യം സുഭാഷിതം 22:4. ഓക്കെ, അവിടെ പറഞ്ഞിരിക്കുകയാണ്, താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനും ആകുന്നു. ഇനി അത് POC ബൈബിളിലോട്ട്, അതായത് കത്തോലിക്ക ബൈബിളിലോട്ട് വന്നു കഴിയുമ്പോൾ, വിനയത്തിനും ദൈവഭക്തിക്കുമുള്ള പ്രതിഫലം സമ്പത്തും ജീവനും ബഹുമതിയുമാണ്. ഒന്നോർത്ത് നോക്കി, ഞാനിപ്പോൾ പറഞ്ഞതാണോ എന്ന് വെച്ചാൽ നമ്മൾക്ക് എന്താകണം, നമ്മൾക്ക് എന്തുണ്ടാകണം, വിനയമുണ്ടാകണം. ഓക്കെ, അവിടെ ദൈവം നമ്മളെ മാനിക്കത്തുള്ളൂ, സമ്പത്ത് തരത്തുള്ളൂ. അതുകൊണ്ട് വിനയം ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇനി അടുത്തത് 2 Corinthians 9:9. ഓക്കെ, ഇപ്പം ഞാൻ 2 വചനം പറഞ്ഞു. ഇനി അടുത്തത് 2 Corinthians 9:9. ഓക്കെ, അതെന്താണ്, അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. ഇനി അത് POC ബൈബിൾ, അതായത് കത്തോലിക്ക ബൈബിളിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ, അവൻ വാരി വിതറി അവൻ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു. എല്ലാം ഒന്ന് തന്നെ. എന്താണ്, ദൈവം ദരിദ്രർക്ക് വാരി വിതറി കൊടുക്കുന്ന ദൈവമാണെന്ന് ഓർക്കുക. ദരിദ്രർക്ക് വാരി വിതറി കൊടുത്ത് നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ നമ്മളുടെ മനോഭാവം
മാറരുത്. ഓക്കെ, ഇനി അടുത്തത് ഫിലിപ്പീൻസ് 4:19. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 19. ഓക്കെ, അതിനകത്ത് എന്താണ്? എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിനെ പൂർണ്ണമായി തീർത്തു തരും. ഓക്കെ, ഇനി അടുത്തത് POC ബൈബിൾ, അതായത് കത്തോലിക്ക ബൈബിളിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഈ വചനത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഏത്? ഈ ഫിലിപ്പീൻസ് 4:19 എന്താണെന്നറിയാമോ? ആ വചനം വായിക്കുവാൻ റൈറ്റ്സ് ഉള്ളത് ആർക്കാന്ന് അതിന് പൊക്കത്തിലുണ്ട്. ആർക്കാ? ദൈവത്തിൻ്റെ ആലയത്തിൽ കൊടുക്കുന്നവർക്കാണ് ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുവാനുള്ള റൈറ്റ്സ് ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഓരോ വചനം വായിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങളിലൂടെ ശ്രദ്ധിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകപ്പോൾ ഈ വചനങ്ങളൊക്കെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുക. ഇത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ താഴെയാണോ കിടക്കുന്നത്, നമ്മൾക്കിന്നൊന്നുമില്ലേ, ദൈവം അനുഗ്രഹിക്കും. ഈ ഒരു തീരുമാനങ്ങൾ നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എടുത്ത് ഇന്ന് തന്നെ ഈ വചനങ്ങൾ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ ദൈവവുമായിട്ട് അക്കൗണ്ടബിലിറ്റി സൂക്ഷിക്കേണ്ടത് നമ്മളുടെ മനോഭാവം, അല്ലെ, ദൈവഹിതമല്ലാത്തൊരു രൂപം നമ്മളുടെ ഭവനത്തിൽ വരരുത്, നമ്മളുടെ കരത്തിൽ വരരുത്. ഇതൊക്കെ നമ്മൾ തീരുമാനമെടുത്ത് ദൈവസന്നിധിയിൽ ഇന്ന് തൊട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഇരുന്ന് നോക്കിക്കും. 30 ദിവസത്തിനുള്ളിൽ നമ്മുടെ സാമ്പത്തികത്തിന്, ഞാൻ 30 ദിവസം എന്ന് പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ? നമ്മൾ പെട്ടെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി മറ്റൊരു കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയണം. ഈ ദൈവം പെട്ടെന്ന് നമ്മളെ സമ്പന്നരാക്കത്തില്ല. ദൈവം പതുക്കെ പതുക്കെ പടിയായിട്ട് നമ്മളെ ഉയർത്തുന്നത്. അതെന്തിനാണെന്നറിയാമോ? നമ്മൾ അഹങ്കരിച്ച് പോകാതിരിക്കാനാണ് ദൈവം നമ്മളെ പടിയായിട്ട് ഉയർത്തത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് സമ്പന്നരാകുമെന്ന് വിചാരിക്കരുത്. എന്നാൽ ദൈവം പടിയായിട്ട് നമ്മളെ ഉയർത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇത് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ചൊല്ലുക, നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.